അസീം എന്നൊരു മലയാളി ഖത്തറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അസീം, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? അതെ, സുരക്ഷിതരാണ്. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല നിലവില്. ആ സമയത്തുണ്ടായിരുന്നതായിരുന്നു. ഈ ഒരു സ്ഫോടന ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണോ നിങ്ങൾ ഈ ഒരു മിസൈൽ വരുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടത്? ഞാൻ റൂമിലായിരുന്നപ്പോ നമ്മുടെ ബിൽഡിംഗ് എല്ലാം ഷേക്ക് ആവുന്ന രീതിയിൽ പിന്നെ സൗണ്ട് കേട്ടപ്പോഴാണ് നമ്മള് ബിൽഡിങ്ങിന്റെ മുകളിൽ ചെന്ന് നോക്കിയത്. എന്നിട്ട് സംഭവം ആ സമയത്ത് പിന്നെ മിസൈൽസ് എല്ലാം വരുന്നതാണ് കണ്ടത്. അപ്പൊ തന്നെ മുകളിൽ നിന്ന് ഇത് ഡിഫൻസ് പോയി അടിച്ചു പൊട്ടുന്നതാണ് കാണുന്നത്. ഈ നിങ്ങളുടെ താമസിച്ച ബിൽഡിങ്ങിനൊക്കെ വലിയൊരു കുലുക്കം അനുഭവപ്പെട്ടിരുന്നോ? അതെ, ഒരുപാട് വലിയ കുലുക്കമല്ലെങ്കിലും നോർമലി നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഷേക്ക് ആവുന്ന രീതിയിൽ, ജനലൊക്കെ കുലുങ്ങുന്ന രീതിയിൽ. അതെ അതെ. ഈ വ്യോമപാത അടച്ചു എന്നുള്ള വിവരം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അതെ അതെ, അത് എന്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ഒരു 4-4:30 ആയപ്പോ തന്നെ, ഇവിടുത്തെ ഖത്തർ സമയം 4:30 ആയപ്പോ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ എയർപോർട്ടെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു. ശരി. ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങളൊക്കെ സ്വാഭാവികമായും ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നത്? അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതല്ല, പണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിത് ലൈവായിട്ട് കണ്ടപ്പോ പെട്ടെന്നൊരു ഞെട്ടൽ തന്നെയാണ് സംഭവം. എല്ലാവരും ഇവിടെയുള്ള ജനങ്ങളെല്ലാരും പിന്നെ പുറത്ത് പിന്നെ ഫ്ലാറ്റ് വിട്ടും റൂം വിട്ടും എല്ലാരും പുറത്ത് റോഡിലൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പോലീസൊക്കെ ഭയങ്കര രീതിയിൽ സറൗണ്ട്സിംഗിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി എന്താണെന്ന് അറിഞ്ഞിടല്ലോ, ഇനിയിപ്പോ അവര് ചർച്ചകളും മീറ്റിംഗിലൊക്കെ ആണല്ലോ. അതെ അതെ അതെ. ഈ കൂടെയുള്ള എല്ലാവരും ഭയന്നിരിക്കുകയായിരിക്കും അല്ലേ? ഇന്ത്യൻ എംബസി ഓൾറെഡി ഇപ്പൊ നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഖത്തറിലുള്ള ഇന്ത്യൻ എംബസി നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോ. ഈ കാഴ്ച കണ്ട സമയത്ത് കൂടെയുള്ള എല്ലാവരും വല്ലാതെ പേടിച്ചു പോയി കാണും അല്ലേ? സ്വാഭാവികമായിട്ട് എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് സംഭവിക്കുന്നത്. 6ഓളം ഇതാണ് വന്നത്. പിന്നെ അതില് 2-3 വിടുന്നെന്നാണ് കേൾക്കുന്നത്. കറക്റ്റ് ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മളും. കുറെ നേരം ഈ ഒരു മിസൈൽ ആക്രമണം 15 മിനിറ്റോളം സംഭവം ഉണ്ടായിരുന്നു. 15 മിനിറ്റോളം ഉണ്ടായ സംഭവം. ഈ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ടോ? എല്ലാവരും വീട്ടുകാരൊക്കെ പേടിച്ചിരിക്കുകയാണോ? പറഞ്ഞ് സേഫ്, വേറെ ബുദ്ധിമുട്ടില്ലാന്ന് പറഞ്ഞ കാര്യം. അവരും ഈ നാട്ടിൽ നിന്ന് ന്യൂസ് കേൾക്കും പാനിക് ആവുമല്ലോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇൻഫോം ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അസീം നാട്ടിൽ എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ലാതിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ എംബസിയിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നോ? നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചല്ലോ അല്ലേ? അതെ അതെ, അവര് പറഞ്ഞിരുന്നു ഓൾറെഡി നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടിരിക്കുന്നു. അതെ. ഈ വ്യോമപാതയൊക്കെ അടച്ച സാഹചര്യമുണ്ട്. ഉടനെങ്കിലും ആരെങ്കിലും നാട്ടിലോട്ട് പോകാനൊക്കെ തയ്യാറായിരുന്ന സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ? അതെ, 1-2 പേര് 2-3 ദിവസം മുന്നേ തന്നെ പോയിരുന്നു. ഇനിയിപ്പോ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്താണ് അവസ്ഥ എന്ന് അറിയില്ലല്ലോ. അതെ അതെ അതെ. ശരി, എന്തായാലും സുരക്ഷിതരായിരിക്കൂ. ഈ എംബസിയുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കൂ. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാം വളരെ പെട്ടെന്ന് ശാന്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ശരി, വളരെ നന്ദി. ഞങ്ങൾക്ക് ഒപ്പം വിവരങ്ങൾ പങ്കുവച്ചതിന്. ഖത്തറിൽ നിന്ന് അസീമാണ് ചേർന്നത്. എന്തായാലും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ വീടുകളിൽ തുടരണം, ജാഗ്രത പാലിക്കുകയും വേണം. ഖത്തർ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എംബസിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഖത്തറിൽ 8.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് നാളെ പുലർച്ചെ 4:15 ഖത്തറിലേക്ക് പുറപ്പെടേണ്ട ഖത്തർ എയർവേസ് സർവീസ് റദ്ദ് ചെയ്തു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം വൈകിട്ട് 7 ഖത്തറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കേണ്ടത്. ഒന്നും കൂടെ പ്രേക്ഷകരുടെ അറിവിനേക്കായി പറയുന്നു. നാളെ പുലർച്ചെ 4:15 ഖത്തറിലേക്ക് പുറപ്പെടേണ്ട ഖത്തർ എയർവേസ് സർവീസ് റദ്ദ് ചേരുക. ബഹ്റിനിൽ നിന്ന് ഇപ്പോൾ നിസാർ കുന്നംകുളത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നിസാർ കുന്നംകുളത്തിൽ അല്ലേ? നിസാർ, ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടിരുന്നോ? നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? ബഹ്റൈനിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. അത് പ്രകാരം ആളുകൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കണമെന്നും
മെയിൻ പാതകൾ സൂക്ഷിച്ചു മാത്രം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണമെന്നും അങ്ങനെ വല്ല സൈറണുകൾ കേൾക്കുകയാണെങ്കിൽ സ്പീഡ് ലിമിറ്റും മറ്റ് നിർദ്ദേശങ്ങളും അനുസരിക്കണമെന്നുമുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഉള്ളത്. അതെ, ഈ ബഹ്റൈനിൽ അപായ സൈറനുകൾ മുഴങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. താങ്കൾ നിൽക്കുന്ന പ്രദേശത്ത് അത്തരത്തിലുള്ള സൈറൻ മുഴങ്ങിയിട്ടുണ്ടോ? ഒരുവിധം എല്ലാ മേഖലകളിലും അങ്ങനെ സൈറണുകൾ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ആളുകളോട് പരിഭ്രാന്തരാവരുതെന്നും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കണമെന്നും മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇപ്പോ ബഹ്റൈൻ എയർപോർട്ട് അടച്ചിട്ടുണ്ട്. ഈ നിങ്ങളെല്ലാവരും ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെയാണല്ലോ അല്ലേ? അതെ 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 ഇപ്പോ സോഫാർ നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് സേഫ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതെ, എന്തൊക്കെ നിർദ്ദേശമാണ് ഇപ്പോൾ ബഹ്റൈനിൽ നൽകിയത്? ബഹ്റൈനിൽ ഇപ്പോൾ ഈ US ബേസിന്റെ അടുത്ത് താമസിക്കുന്ന ജുഫൈർ, ഹിദ് ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകളോടൊക്കെ അവിടുന്ന് താൽക്കാലികമായിട്ട് മാറാൻ വേണ്ടി 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ വർക്ക് ഫ്രം ഹോം ആക്കിയിരുന്നു. ആ രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ അലർട്ടുകളൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നാണിപ്പോ ഖത്തറിലെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പിന്നെ സേഫ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. അതെ, ഖത്തറിൽ ഈ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് വല്ലാതെ ഭയപ്പെട്ട് കാണുമല്ലേ നിങ്ങൾ അവിടെയുള്ള ആളുകളും? കാരണം അവർ തന്നെ പറയുന്നു, അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഉണ്ടായൊരു മിസൈൽ ആക്രമണമാണ്. അതിൻ്റെ ഒരു താമസിക്കുന്ന ബിൽഡിങ്ങുകൾക്കടക്കം ഒരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാണ് അല്പസമയം മുൻപൊരു മലയാളി ഞങ്ങളോട് പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരം നിൽക്കുന്ന പ്രദേശത്തൊക്കെ ഈ അപായ സൈറനുകൾ കേൾക്കുമ്പോൾ ഒരു ഭയത്തിൽ തന്നെ ആയിരിക്കുമല്ലേ കൂടെയുള്ള എല്ലാവരും? അതെ അതെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവിടുന്ന് പറഞ്ഞത്. അവരൊക്കെ കുറച്ച് പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടെയും സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രിക്കോഷൻസ് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ശരി, എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. നിസാർ കുന്നംകുളത്തിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം ബഹ്റൈനിലാണ്. ബഹ്റൈനിൽ ഇപ്പോൾ വ്യോമപാത UAEയിലും ബഹ്റൈനിലും അടച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ. ഇപ്പോൾ അവിടെ അപായ സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. പക്ഷെ നിലവിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി. അതനുസരിച്ച് അവിടുത്തെ ഇന്ത്യക്കാർ, മലയാളികളായ എല്ലാവരും സുരക്ഷിതരായിരിക്കുകയാണ് എന്നുള്ള വിവരമാണിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ആക്രമണം നടന്നിടത്ത് വ്യോമതാവളത്തിൽ ഒരു ആളപായമില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നേരത്തെ തന്നെ ഖത്തർ ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നപ്പോൾ പോലും ആക്രമണത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ അവിടെ ആളപായമൊന്നുമില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആളുകൾക്ക് നേരത്തെ തന്നെ കൃത്യമായി സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബഹ്റൈനും UAEയും വ്യോമപാത അടച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഇറാഖും വ്യോമപാത അടച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തുവരുന്നു. വ്യോമ ഗതാഗതം താറുമാറായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഇതൊക്കെയാണ് ലഭ്യമാകുന്നത്. ഇറാഖും വ്യോമപാത അടച്ചിരിക്കുന്നു. വ്യോമഗതാഗതം താറുമാറായെന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് പോയ വിമാനം തിരികെ വിളിച്ചിരിക്കുകയാണ്. എന്തായാലും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്.